എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മൈ ക്യാമ്പസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് 52 വർഷത്തെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു ക്യാമ്പസ്. നമുക്ക് 11 UG ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സയൻസിലും ആർട്സ് വിഷയങ്ങളിലുമായിട്ട്. അതിൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ 3 PG ഡിപ്പാർട്ട്മെൻറ്റുകൾ. നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്കുള്ള UG ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ഹോം സയൻസ് ഉണ്ട്. ഹോം സയൻസ് നിർമ്മലഗിരി കോളേജിന് മാത്രമായിട്ടുള്ളൊരു കോഴ്സാണ്. അതുപോലെ ആർട്സ് വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ കേരളത്തിലെ കോളേജുകൾക്ക് 2 കോഴ്സുകൾ വീതം നൽകുകയുണ്ടായി. ആ കൂട്ടത്തിൽ നമുക്ക് കോമേഴ്സ് കോഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കോളേജ് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോളേജ് നമുക്ക് നിർമ്മലഗിരി കോളേജിൽ നിർവചിക്കാം. അതുപോലെ തന്നെ നമുക്ക് 3 PG ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ആർട്സിൽ ഹ്യൂമാനിറ്റീസിൽ നമുക്ക് MA ഇക്കണോമിക്സ് ഉണ്ട്, ഫിസിക്സിൽ MSc ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് നമുക്ക് MSc കോഴ്സിന് ലഭിക്കുകയുണ്ടായി. ഈ കോളേജിനെ ഭംഗിയായിട്ടും ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, ഈ കോളേജിൻ്റെ അധ്യാപകരും അനധ്യാപകരുമാണ്. വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 55ഓളം സ്ഥിര അധ്യാപകരും അതുപോലെ 15ഓളം ഗസ്റ്റ് അധ്യാപകരും നമ്മുടെ കോളേജിനുണ്ട്. അതുപോലെ നമ്മുടെ കോളേജ് 27ഓളം അനധ്യാപകർ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. ഇവരുടെ ശക്തമായ സപ്പോർട്ടും അവരുടെ പ്രവർത്തന ശൈലിയും ഒന്നുകൊണ്ട് മാത്രമാണ് കോളേജ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1964 സ്ഥാപിതമായ ഈ കലാലയത്തിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് 2 വാക്കുകൾ പറയുമ്പോൾ തികഞ്ഞ അഭിമാനവും സന്തോഷവുമാണ് എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ 34 വർഷത്തെ ബന്ധം ഈ സ്ഥാപനവുമായിട്ടുണ്ട്. കഴിഞ്ഞ 34 വർഷങ്ങൾ പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥിയായും അധ്യാപകനായും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ച ഇതിൽ അങ്ങേയറ്റം സന്തോഷം കൊള്ളുന്നൊരു വ്യക്തിയാണ് ഞാൻ. 64 മുതലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 11 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ കോളേജിൽ നിർമ്മലഗിരി കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അധ്യാപകനാണ് ഞാൻ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 7ഓളം അധ്യാപകരുണ്ട്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ കോളേജിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനും ഇല്ലാത്തൊരു ആനുകൂല്യം പോലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കാനുള്ള മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും കോമൺ കോഴ്സ് എന്ന നിലയിൽ ഇംഗ്ലീഷ് എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെ പ്രധാനമായിട്ടും 11 ഡിപ്പാർട്ട്മെൻറ്റുകളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഫിസിക്സും ഇക്കണോമിക്സും ആണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് ഡിഗ്രി തുടങ്ങുന്നത് 1992 ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അനേകം വിദ്യാർത്ഥികൾ ഡിഗ്രി പാസ്സാവുകയും പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ പ്രധാനപ്പെട്ട ജില്ലകളായ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഇവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് വന്നിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ ഇന്ന് നല്ല നിലകളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അധ്യാപകരെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോളേജിൻ്റെയും ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. നിത്യ സ്നേഹത്താൽ
college is a promised land for all those who aspire for greater heights irrespective of caste, creed, and gender. Our basic motto is information, formation, and transformation. വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്ന സാവൂൾ സഭയെ പീഡിപ്പിക്കുകയും സ്തേഫാനോസിന്റെ കൊലപാതകത്തിന് നേതൃത്വം വഹിക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ സാവൂളായി തീരുകയും ചെയ്തു. സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അങ്ങനെ അവൻ രക്ഷ പ്രാപിച്ചു. നിങ്ങൾക്കും രക്ഷ കിട്ടണോ എങ്കിൽ അവനിൽ വിശ്വസിക്കുക. ഹേ സ്തേഫാനോസ്, നിർത്തടാ നിന്റെ പ്രസംഗം. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിന്നെ. എന്ത്? എന്റെ രക്ഷകനെ ഞാൻ തള്ളിപ്പറയാനോ? സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഓ രക്ഷകൻ, രക്ഷകൻ, രക്ഷകൻ! നിന്റെ രക്ഷകൻ ഇറങ്ങി വന്നൊന്നു രക്ഷിക്കുന്നത് കാണട്ടെ. മരണം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. എനിക്കാകട്ടെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെയും കാണാം. ഇനി അവൻ ജീവിച്ചുകൂടാ. എറിഞ്ഞു കൊല്ലവനെ. എന്നെ ഒന്നും ചെയ്യരുതേ പിതാവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ. രക്ഷയുടെ പ്രസംഗത്തിന്റെ ശോകമൂകമായ അന്ത്യം. കഷ്ടം, ക്രൂരമായി പോയി. നല്ലൊരു ചെറുപ്പക്കാരന്റെ വിധി. മറ്റുള്ളവരുടെ പരിഹാസവും തുപ്പലുമേറ്റ് മരത്തിൽ കിടന്ന് മരിച്ച മരപ്പണിക്കാരന് വേണ്ടി മരിക്കാനും മനുഷ്യരോ? ഇനിയും കുറെ പരീക്ഷകൾ ദമാസ്കസിലുണ്ട്. മരപ്പണിക്കാരന്റെ അനുയായികൾ പോലും എനിക്ക് 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 എന്റെ കാശ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്റെ കാശ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സാവൂൾ, സാവൂൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? നീ ആരാണ്? എനിക്ക് 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 എന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. നീ ജീവിച്ചിരിപ്പില്ല. ആരോരുമില്ലാത്തവനെ പോലെ കുരിശിൽ കടന്ന് ചത്തവനല്ലേ നീ? ആ സ്തേഫാനോസിനെ പട്ടിയെ പോലെ കല്ലെറിഞ്ഞു കൊന്നപ്പോ എവിടെയായിരുന്നു നീ? സാവൂൾ, നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. അവിടെ നിനക്ക് കാഴ്ച തിരിച്ചു നൽകാനായി ഞാൻ അനനിയാസിനെ ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ നഗരത്തിലേക്ക് പോകും? ആരെങ്കിലും എന്നെ അനനിയാസിന്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുപോകാമോ? സഹോദര സാവൂൾ, ഞാൻ കൊണ്ടുപോകാം. പിതാവേ, ഞാൻ ഒത്തിരി പാപം ചെയ്തു പോയി. എന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ അന്ധനായി. എനിക്ക് ഭക്ഷിക്കാനോ കുടിക്കാനോ മറ്റുള്ളവരുടെ സഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാനോ സാധിക്കുന്നില്ല. സാവൂൾ, സാവൂൾ, നീ അനനിയാസാണോ? അതെ, നിനക്ക് കാഴ്ച തിരിച്ചു നൽകാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. എഴുന്നേൽക്കൂ.
നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. എന്തോ ചെതുമ്പല പോലെന്തോ എന്റെ കണ്ണുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. എനിക്ക് 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 എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. സത്യമായും ക്രിസ്തു മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും ജീവിക്കുന്നു. ഞാൻ ഇനി മരിക്കുവോളം അവന് വേണ്ടി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ കർത്താവ് തന്റെ സ്നേഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആടി വിളിക്കുന്നു. അതിനായി നമുക്ക് കാതോർക്കാം. സത്യമായും ക്രിസ്തു മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും ജീവിക്കുന്നു. ഞാൻ ഇനി മരിക്കുവോളം അവന് വേണ്ടി ജീവിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിർമ്മലഗിരി കോളേജിൽ മാത്രമാണ് BSc ഹോം സയൻസ് കോഴ്സ് ഉള്ളത്. UGC ഇതൊരു പ്രൊഫഷണൽ കോഴ്സായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. BSc ഹോം സയൻസിൽ 3 ബാച്ചുകളിലായിട്ട് 100ഓളം കുട്ടികൾ പഠിക്കുന്നു. പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കുവാനുള്ളൊരു കോഴ്സായിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതിനെ അംഗീകരിച്ചിരിക്കുക. BSc ഹോം സയൻസിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും ഫുഡ് സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ടെക്സ്റ്റൈൽ സയൻസ്, സൈക്കോളജി, ഡെവലപ്മെൻ്റൽ സൈക്കോളജി, ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ പല മെയിൻ സബ്ജക്റ്റുകളും അതോടൊപ്പം തന്നെ സബ്സിഡറി ആയിട്ട് സുവോളജിയും കെമിസ്ട്രിയും മറ്റ് ലാംഗ്വേജ് സബ്ജക്റ്റുകളും പഠിക്കുന്നു. ഫുഡ് സയൻസ്, ന്യൂട്രീഷൻ എടുക്കുന്നവരാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഡയറ്റീഷ്യനായിട്ടും ഹെൽത്ത് ആസ്പെക്റ്റിൽ പ്രത്യേകിച്ച് ICDS സെൻറ്ററുകളിലൊക്കെ അവർ ജോലി ലഭിക്കുന്നുണ്ട് പലർക്കും. ടീച്ചിങ് ഫീൽഡിലേക്കും സൈക്കോളജി അല്ലെങ്കിൽ ആ മേഖലകളിലേക്കുമൊക്കെ ധാരാളം കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. BSc കോഴ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇത് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും PG കോഴ്സുകളായിട്ട് അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. BSc ഹോം സയൻസ് പഠിക്കുന്നതിലൂടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുക പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ സമഗ്ര വികസനമാണ്. സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ അവരെ ഏതൊക്കെ വിധത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ, സമൂഹത്തിന് നന്മ ചെയ്യത്തക്ക വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതുകൂടി ഹോം സയൻസ് പഠിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നതിനേക്കാൾ ഉപരി എല്ലാവർക്കും പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും സ്വയം തൊഴിൽ പര്യാപ്തരാക്കുക എന്നതും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മറ്റു ഹയർ സ്റ്റഡീസിന് പോകുന്ന പോലെ തന്നെ ഇവർക്ക് PG കോഴ്സുകൾ എടുക്കാം, പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാം. പ്രത്യേകിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്, അതുപോലെ CFTRI സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ, ഈ കേന്ദ്രങ്ങളിലൊക്കെയും കൂടുതലായിട്ടും റിസർച്ച് സ്റ്റഡീസ് ചെയ്യാനുള്ള സാധ്യതകളും കുട്ടികൾക്കുണ്ട്. കരുണാമയനേ
ക്യാമ്പസ് വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.